എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. ചിത്രത്തിൻ്റെ ആദ്യ 10 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും 11 ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനാക്കി മാർച്ച് മാസം 20-ാം തീയതി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് ഈദ് പ്രമാണിച്ച് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. നിലവിൽ ഇന്നത്തോടെ 11 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ 10 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 10-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,86,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആകെ 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 75,79,00,000 എത്തിയിരിക്കുകയാണ്. ഇനി കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എമ്പുരാൻ എന്ന സിനിമ ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് 8,10,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് കർണാടകം ബോക്സ് ഓഫീസിലാണ്. കർണാടകം ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് 11,42,00,000 ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹിന്ദി ബെൽറ്റിലെ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രം ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് 8,30,00,000 അവിടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ആ 8,30,00,000 നിന്നും 5,09,00,000 രൂപയും അവിടെ മലയാളം പതിപ്പിൽ നിന്നും മാത്രം നേടിയെടുത്ത കളക്ഷനാണ്. അങ്ങനെ കേരളത്തിന് പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചിത്രം മികച്ചൊരു കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 246 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 11 ദിവസമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് അല്പനേരം മുമ്പേ ചിത്രത്തിന്റെ ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. അതുപ്രകാരം ഇന്നത്തെ കളക്ഷനോടെ ചിത്രം 250 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ 250 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 11 ദിവസമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 10-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 2,86,00,000 ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 11-ാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 3,50,00,000 4 കോടി റേഞ്ചിലാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 11 ദിവസം കൊണ്ട് 79,80 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 ദിവസം കൊണ്ട് 245 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്ന് ചിത്രത്തിന്റെ ഗ്രോസ് ഏകദേശം പ്രതീക്ഷിക്കുന്നത് 252-253 കോടി റേഞ്ചിലാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.